ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ലോങ് വീഡിയോ ആണ് ഇത്. എനിക്ക് തോന്നുന്ന ഒരു റിക്വസ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഇടാൻ പോവുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഈയിടെയായിട്ട് ഒരു ഫ്ലാറ്റ് മാറിയിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് മാറിയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഇത്രയും നാൾ ഷെയറിങ്ങിലാണ് നിന്നത്. അങ്ങനെ ഞങ്ങൾ ഷെയറിങ് മാറി സെപ്പറേറ്റ് ഒരു ഹോം എടുത്തിരിക്കും, ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റ് എടുത്തിരിക്കുകയാണ്. സോ ഈ അപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു, നിങ്ങൾ എങ്ങനെയാണ് അപ്പാർട്ട്മെന്റ് മാറിയത്, നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്പാർട്ട്മെന്റ് ഇത്രയും ചീപ്പ് റേറ്റിൽ കിട്ടിയത്, അത് UK-ൽ. ഞാൻ വന്നിരിക്കുന്നത് കൊവൻട്രിയിലാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? പിന്നെ അവർ ചോദിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ അയക്കാമോ? അപ്പൊ ഞാൻ 4-5 പേർക്ക് ഫോട്ടോസ് അയച്ചു കൊടുത്തു ഓൾറെഡി. പക്ഷെ ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നു, ഇതുപോലെ ഒരു പിക്ക് കൂടെ അയക്കാമോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്കൊരു ലോങ് വീഡിയോ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പൊ അവർക്ക് ഈ വീഡിയോസ് ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ കാണാമല്ലോ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോ എന്തായാലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം, അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്ന പറഞ്ഞപ്പോൾ അവരത് ഓക്കെയാണ്, അവരതിൽ എൻജോയ് ചെയ്യുന്നു. അവർക്ക് എൻ്റെ ലാംഗ്വേജ് അറിയില്ല, പക്ഷെ ഞാൻ സബ്ടൈറ്റിൽസ് കൊടുത്തിടാം, നിങ്ങൾ കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെയാണ്, അവരും എൻജോയ് ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോ. സോ അവരും ഇത് കണ്ടോളാം, നിങ്ങളൊന്ന് വീഡിയോ ഇടാൻ പറഞ്ഞു. അപ്പൊ UK-ലെ എൻ്റെ അപ്പാർട്ട്മെന്റ് ആണ് ഇന്നത്തെ എൻ്റെ ലോങ് വീഡിയോ. സോ നമുക്ക് നേരെ വലിച്ചു നീട്ടുന്നില്ല, ഞാൻ നേരെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ. ഹേ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെയുള്ള എൻട്രൻസ് വരുന്നത്. നമുക്ക് ആദ്യം തന്നെ ഷൂ റാക്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വെക്കാൻ എനിക്ക് തോന്നുന്നിടത്തൊക്കെയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ഞാൻ ഈ വീട്ടിലേക്ക് വന്നിട്ട് ആകെ കുറച്ച് ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഇത് ഓർഗനൈസ് ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നിയ സ്ഥലത്ത് ഞാൻ തോന്നിയ ഐറ്റംസൊക്കെയാണ് കയറ്റി വെച്ചിരിക്കുന്നത്. അടുത്ത തന്നെ നമുക്ക് ആദ്യം തന്നെ കാണുന്നത് നമുക്ക് വാഷ്റൂം നമുക്ക് പ്രൈവറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. ഇതാണ് നമുക്ക് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ്. അവിടെയും ഞാൻ തന്നെ ഗൈസ്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഷവറിങ് ഏരിയ ആണ്. ഷവറിങ് ഏരിയ വളരെ ചെറുതാണെങ്കിലും നമുക്ക് 2 പേർക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് വളരെ അടിപൊളിയായിട്ട് നിന്ന് നമുക്ക് ഷവർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലൊരുപാട് സ്പേഷ്യസ് ആണ്. നമുക്ക് കാണുമ്പോൾ ചെറുതായിട്ട് ചിലപ്പോൾ തോന്നായിരിക്കും, പക്ഷേ ഒരാൾക്ക് അല്ലെങ്കിൽ 2 പേർക്ക് ലാവിഷായിട്ട് തന്നെ ഉപയോഗിക്കാം. അടുത്തത് വരുന്നത് നമ്മളുടെ ഡൈനിങ് ആണ്. ഇത് ഹീറ്ററാണ്. ഹീറ്റർ എല്ലായിടത്തും ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുകയാണ്, ഇപ്പം നാട്ടിലുള്ളവർക്കൊക്കെ ആണല്ലോ ഒന്ന് കാണാമല്ലോ. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. നമുക്ക് 2 പേർക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാവുന്നതാണ്. ഞങ്ങൾ ഇവിടെ ഇരുന്നാണ് കഴിക്കുന്നത്, കാരണം നമുക്ക് ഫുഡ് ഉണ്ടാക്കി നേരെ തന്നെ അങ്ങോട്ടിരുന്ന് കഴിക്കാം. ഇതാണ് നമ്മളുടെ ബെഡ്റൂം വരുന്നത്. ഇതിനകത്ത് ബെഡ്റൂം അല്ല, ഇതിൽ തന്നെയുള്ള ബെഡ് വരുന്നത്. ഈ ഒരു പോർഷനിൽ നമുക്ക് ബെഡ് ഇടുകയും ചെയ്യാം. പിന്നെ വരുന്നത് നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലും കുറച്ചൊരു സ്പേസ് ഉണ്ട്. ഞാനവിടെ എനിക്ക് കാണുന്ന ബാഗും ആ സാധനങ്ങളൊക്കെ കുത്തിക്കറ്റി വെച്ചിരിക്കുകയാണ്. കാരണം ഞാനങ്ങനെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. പിന്നെ അവിടെയാണ് ചാർജിങ് ഏരിയ വരുന്നത്. പിന്നെ എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വ്യൂ ആണ്. കാരണം ഇത് കൊവൻട്രിയിലെ ടൗണാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. റംദ ഹോട്ടൽ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമുക്ക് ഈ കൊവൻട്രിയിലെ ടിഫിൻ ബോക്സിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് നമ്മുടെ വീട് വരുന്നത്. കാർ പാർക്കിങ്ങും ഇവിടെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഇതിവിടെ എല്ലാ അടിപൊളി ഷോപ്സുകളുണ്ട്. നമുക്ക് തൊട്ടടുത്ത് തന്നെ എല്ലാ അത്യാവശ്യ സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പുണ്ട്. പിന്നെ നമുക്ക് TV ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തുള്ള. നമുക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാം. ഇതൊരു സ്റ്റുഡൻറ് അക്കോമഡേഷൻ ആയതുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാനും കൂടെ ഉള്ളൊരു സ്പേഷ്യസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു ചെറിയൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ കുട്ടികൾക്ക് പഠിക്കാനും കൂടെ ഉണ്ട്. ഇവിടെ നമ്മൾ അതുപോലത്തെ സാധനങ്ങളൊക്കെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതൊന്നും ഞാൻ അറേഞ്ച് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് മൊത്തം മെസ്സി ആയിട്ട് കിടക്കുകയാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഡ്രോയേഴ്സൊക്കെ കാണിക്കാം. പിന്നെ കൈകൊണ്ട് പെട്ടെന്ന് നമുക്ക് എടുക്കണം എന്ന് തോന്നുന്ന ഐറ്റംസ് മാത്രമേ ഞാനവിടെ വെച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞാണ് പിന്നെ നമ്മുടെ കിച്ചൺ ഏരിയയിലോട്ട് പോകുന്നത്. അതിൻ്റെ ആ സൈഡിൽ തന്നെ ഒരു വലിയ മിറർ വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ മിറർ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മിററിലേക്ക് തന്നെയാണ് എൻ്റെ വ്യൂ ഏകദേശം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയാണ് നമ്മുടെ കിച്ചൺ ഏരിയ കാണിച്ചു തരാം. ഈ മൊബൈലിൽ കാണുന്ന ഈ വൈറ്റ് കാർഡ് കൊണ്ടാണ് ഈ നമ്മുടെ ഡോറ് ആക്സസബിൾ ആകുന്നത്. പിന്നെ കിച്ചണിൽ നമുക്ക് വരുന്ന കാര്യങ്ങളെല്ലാം, അതായത് ഒരു കിച്ചണിൽ എന്തൊക്കെയാണോ വേണ്ടത് അതിൻ്റെ ഹോബ്, മൈക്രോവേവ് എല്ലാ കാര്യങ്ങളും ഈ കിച്ചണിനകത്ത് ഉണ്ടാവും. നമുക്കൊന്നും എക്സ്ട്രാ ആയിട്ട് മേടിക്കേണ്ടി വരില്ല. പിന്നെ ഒരുപാട് ഡ്രോയ്സ് ഉണ്ട്, നമുക്ക് എന്തും വെക്കാം. ഞാനിവിടെയൊക്കെ സവാള അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, ഇങ്ങനെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അവിടെയൊക്കെ അത് വെക്കും. ഇവിടെ ഞാൻ വെക്കുന്ന ഇങ്ങനെ നമ്മളുടെ മിഠായികളോ അല്ലെങ്കിൽ എന്തെങ്കിലും നാട്ടിലെ കറുമുറ കഴിക്കുന്ന ഐറ്റംസ് ഒക്കെയാണ്. ഞാനിങ്ങനെ എനിക്ക് തോന്നിയൊരു സ്ഥലത്ത് വെച്ചെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലം നമുക്ക് തന്നെ ചൂസ് ചെയ്ത് അവിടെ വെക്കാം.
പിന്നെ വരുന്നതാണ് നമ്മുടെ ഫ്രിഡ്ജ് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഫ്രിഡ്ജാണ്. ഇതിൽ ഞാൻ ഇപ്പോഴത്തെ കാലം ചോറും കറിയൊക്കെ നമ്മുടെ നാട്ടിലെ ഐറ്റംസൊക്കെയാണ് വെച്ചിട്ടെങ്കിലും നമുക്ക് എല്ലാ സാധനവും ഈ ഫ്രിഡ്ജിനകത്ത് വെക്കാം. ഫ്രീസറിലും അത്യാവശ്യം സ്പേസ് ഉണ്ടാവും. പിന്നെ ഇവിടെ എല്ലാം വെച്ച് നമുക്ക് കിച്ചണിൽ സാധനങ്ങളും എല്ലാം ആയി. പിന്നെ വരുന്നത് കബോർഡ്, ഇതാണ് നമ്മുടെ വാഷിംഗ് ഏരിയ. പിന്നെ വരുന്ന നമ്മുടെ കബോർഡ് ഏരിയ ആണ്. ഈ കബോർഡ് ഏരിയയിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളും. ഞാനെല്ലാം ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ്, കാരണം എനിക്ക് എല്ലാം ഓർഗനൈസ് ചെയ്യാൻ കുറച്ച് ടൈം വേണം. അതുകൊണ്ട് ഞാൻ എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഓരോന്ന് എടുക്കുമ്പോൾ ഓരോന്നൊക്കെ താഴേക്ക് വീഴുന്നുണ്ട്, കാരണം ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി എല്ലാം തള്ളി വെച്ചിരിക്കുകയാണ് അകത്തേക്ക്. അത് കഴിഞ്ഞും ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് ഈ വീടിൻ്റെ വ്യൂ ഒന്നും കൂടെ കാണിച്ചു തരും. അപ്പാർട്ട്മെൻറ്റിൽ ഇവിടെ ഫയർ അലാമും കാര്യങ്ങളും എല്ലാം സെറ്റിലാണ്. അതൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫയർ അലാം അടിച്ചൊന്ന് നമുക്ക് നോക്കൂ ഈ കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ എന്ന്. അപ്പം ഇതാണ് ഒന്നും കൂടെ ഞാനൊന്ന് ഓവറോൾ വ്യൂ ഞാൻ ഒന്നും കൂടെ കാണിക്കുകയാണ്. ഇതാണ് നമ്മുടെ കിച്ചൺ, തൊട്ടിപ്പുറത്ത് തന്നെ ഡൈനിങ് ഏരിയ, തൊട്ടിപ്പുറത്ത് തന്നെ ബെഡ്റൂം, തൊട്ടിപ്പുറത്ത് തന്നെ സ്റ്റഡി റൂം, തൊട്ടിപ്പുറത്ത് തന്നെ ബാത്റൂം. ഇതെല്ലാം ഉൾക്കൊള്ളിച്ച് വരുന്നതാണ്. നമുക്ക് ഇത് നല്ല സ്പേഷ്യസ് ആണ്. എനിക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിത് ഓക്കെയാണ്. നിങ്ങളെല്ലാവരും ഈ വീടിൻ്റെ ഫുൾ വീഡിയോ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് വരുന്ന മന്ത്ലി റെൻറ്റ് എന്ന് പറയുന്നത് 580 പൗണ്ട്സ് ആണ്. അതായത് വേണമെങ്കിൽ നാട്ടിലത്തെ കൂടെ വേണമെങ്കിൽ ഞാനൊന്ന് കമ്പയർ ചെയ്ത് പറയാം. ഒരു 60,000 അടുത്ത് വരും. അത് ഇങ്ങനൊരു സ്റ്റുഡിയോ ഫ്ലാറ്റ് കിട്ടുക എന്ന് പറയുന്ന ആ ഒരു റേറ്റിന് ഭയങ്കര ലാഭമാണ്. ഇതൊരു 12 month കോൺട്രാക്റ്റിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് സ്റ്റുഡൻസിനാണ് കൂടുതൽ അവൈലബിൾ ആകുന്നത്. സ്റ്റുഡൻസിന് മാത്രമാണ് ഇത് അവൈലബിൾ ആകുന്നത്. ഇത് സ്റ്റുഡൻറ് അക്കോമഡേഷനുമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കും നാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് ഇപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കിലും ജനുവരി ഇൻടേക്കിലും വരുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഇതുപോലെ സ്റ്റുഡൻറ് അക്കോമഡേഷൻ വേണമെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതുപോലൊരു അക്കോമഡേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിലും പോകാം, നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സോ ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്, ലോങ് വീഡിയോ ഉണ്ട്, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊന്നും അറിയില്ല. സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം, ഞാൻ അതിൽ റിപ്ലൈ തരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ.